അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂന്നാം ക്ലാസ്സിൽ ഇന്ന് നടന്ന ദുറൂസുൽ ഇഹ്സാനിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തത് യോജിച്ചവ ചേർക്കാം. അബ്ദുല്ലാഹിബ്നുൽ മുബാറക്. ഇവിടെ ഉത്തരങ്ങൾ തന്നിട്ടുണ്ട്, ശരിയായത് എടുത്ത് എഴുതുകയാണ് വേണ്ടത്. അബ്ദുല്ലാഹിബ്നുൽ മുബാറക്. ഇവിടെ വിദ്യാർത്ഥികൾ ശ്രദ്ധയോടെ വായിക്കണം. വിരലുകൾ ഓമ്പുക, കുറ്റപ്പെടുത്താതിരിക്കുക, സ്നേഹിക്കണം, ശ്വാസം വിടാതിരിക്കുക, മഹാപണ്ഡിതൻ, സൽക്കരിക്കുക, ഹലാലും തയ്യിബുമായിരിക്കുക. അപ്പൊ അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ആരാ? മഹാപണ്ഡിതനാണ്. അപ്പൊ ഒന്ന്. ഇനി കഴിക്കുന്ന ഭക്ഷണം ഹലാലും തയ്യിബുമായിരിക്കണം. ഭക്ഷണത്തെ കുറ്റപ്പെടുത്താതിരിക്കുക. ഇനി ഭക്ഷണത്തിലേക്കും പാനീയത്തിലേക്കും ശ്വാസം വിടാതിരിക്കുക. അടുത്തത് അയൽവാസികളെ സ്നേഹിക്കണം. അടുത്തത് കുടുംബക്കാരെ സൽക്കരിക്കുക. ഭക്ഷണം കഴിച്ച ശേഷം വിരലുകൾ ഓമ്പുക. ഈ രൂപത്തിലാണ് ഇതിന് ആൻസർ ചെയ്യേണ്ടത്. ഇനി അടുത്തത് കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തിയാൽ ലഭിക്കുന്ന ഗുണം. നമ്മൾ പാഠഭാഗത്തിൽ കുറെ ഗുണങ്ങൾ പറഞ്ഞിരുന്നു. ഒന്ന്, റിസ്ക് വിശാലമാകും, അതുപോലെ ആയുസ് കൂടും. രണ്ടെണ്ണം എഴുതിയാൽ മതി. റിസ്ക് വിശാലമാകും, ആയുസ് കൂടും. ഇനി അയൽവാസികളോടുള്ള കടമകൾ രണ്ടെണ്ണം എഴുതുക. അവരെ സഹായിക്കുക, അല്ലേ? അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യുക? അവരെ നാം സഹായിക്കുക. പിന്നെ അവരെ ഉപദ്രവിക്കാൻ പാടില്ല. രണ്ടെണ്ണം എഴുതിയാൽ മതി. അവരെ സഹായിക്കുക, അവരെ ഉപദ്രവിക്കാൻ പാടില്ല. അവർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യവും നമ്മിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല. അടുത്തത് വിരുന്നിന്റെ മര്യാദകൾ. നമ്മുടെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാരൻ വരുമ്പോൾ, അല്ലെ, ആ വിരുന്നിന്റെ ഒക്കെ മര്യാദകൾ എന്താ? ഒരു വിരുന്നുകാരൻ നമ്മുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ പ്രസന്ന മുഖത്തോടുകൂടെ ആ വിരുന്നുകാരനെ നമ്മൾ സൽക്കരിക്കണം. അതുപോലെ വിരുന്നുകാരന് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ കുറെ മര്യാദകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും 2 മര്യാദകളാണ് എഴുതേണ്ടത്. ഇനി അടുത്തത് ഉത്തരം എഴുതാം. ആരാണ് നമ്മുടെ അയൽവാസികൾ? നമ്മുടെ വീടിന്റെ ചുറ്റുഭാഗത്തും, അല്ലയോ, നമ്മുടെ വീടിന്റെ ഓരോ ഭാഗത്തേക്കുമുള്ള 40 വീടുകളാണ് നമ്മുടെ അയൽവാസികൾ. 40 വീടുകൾ. ആരാണ് കുടുംബക്കാർ? നമ്മുടെ ഉമ്മയുടെയോ ഉപ്പയുടെയോ രക്തബന്ധത്തിലുള്ളവരാണ് കുടുംബക്കാർ. എന്തിനാണ് നാം ഭക്ഷണം കഴിക്കുന്നത്? അള്ളാഹുവിനിക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ആരോഗ്യമുണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് നാം ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള നിയ്യത്ത് എന്താ? അള്ളാഹു തആലക്ക് ഇബാദത്ത് ചെയ്യാൻ ആരോഗ്യം വേണ്ടേ? ആ ആരോഗ്യത്തിനാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. തുടക്കത്തിൽ ബിസ്മി ചൊല്ലാൻ മറന്നാൽ ഓർമ്മ വരുമ്പോൾ എന്ത് ചൊല്ലണം? ബിസ്മില്ലാഹി അവ്വലുഹു വ ആഖിറുഹു എന്ന് പറയണം. ബിസ്മില്ലാഹി അവ്വലുഹു വ ആഖിറുഹു. ഇനി ഇവിടെ സ്വന്തം കുടുംബക്കാരുടെ പേരുകൾ കള്ളിയിൽ എഴുതാം. മാതൃകുടുംബം, ഉമ്മാന്റെ കുടുംബത്തിലുള്ള 3 ആളുകളെ പേര് എഴുതാനാണ്. അതുപോലെ ഉപ്പാന്റെ കുടുംബത്തിലുള്ള 3 ആളുകളെ പേര് എഴുതാനാണ്. ഓരോരുത്തരും അവരുടെ കുടുംബത്തിലുള്ള ആളുകളെ പേരുകളാണ് എഴുതേണ്ടത്. ഇനി അടുത്തത് പൂരിപ്പിക്കാം. ലൈസൽ മുഅ്മിനു. നമ്മളൊരു ഹദീസ് പറഞ്ഞിരുന്നു. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ച് ഭക്ഷിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നുള്ള ഒരു ഹദീസ്. എന്താണ്? ലൈസൽ മുഅ്മിനു അല്ലദീ യശ്ബഉ വജാറുഹു ജാഇഉൻ ഇലാ ജംബിഹി. ഇതാണ് അതിന്റെ പരിപൂർണ രൂപം. അടുത്തത് മൻ കാന ഡാഷ് മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ളൈഫഹു. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യനാളിലുമൊക്കെ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അതിഥിയെ സൽക്കരിക്കട്ടെ, ബഹുമാനിക്കട്ടെ. ഇനി അടുത്തത് ക്രമത്തിലാക്കാം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലുള്ള ദുആ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അത് ഡിസോർഡർ ആയിട്ടാണ് തന്നിട്ടുള്ളത്. അത് ഓർഡർ ആക്കണം. അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. ഈ രൂപത്തിലാണ് നമ്മളതിനെ ഓർഡർ ആക്കേണ്ടത്. അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. ഇതുപോലെ വിദ്യാർത്ഥികൾ ഉത്തരങ്ങൾ എഴുതിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.